നമസ്കാരം. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്പെരുമയും തൃശ്ശൂർ പൂരത്തിൻ്റെ ആസ്വാദന തലവും അട്ടിമറിച്ചത് ആര്? ഈ ചോദ്യം ഇന്നും അവസാനിക്കുന്നില്ല. രാത്രികളിൽ നൂറുകണക്കിന് ആളുകൾ സ്വരാജ് റൗണ്ടിൽ കണ്ടാസ്വദിച്ചിരുന്ന പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളുമാണ് ഇത്തവണ പോലീസിൻ്റെ ഇടപെടൽ കാരണം പേരിന് മാത്രമുള്ള ചടങ്ങായി മാറിയത്. പ്രഗത്ഭരുടെ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ നടക്കുന്ന ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പിലെ ആസ്വാദക സാന്നിധ്യമാണ് പാടെ ഇല്ലാതായത്. രാത്രിപൂരത്തിന് സ്വരാജ് റൗണ്ട് കാലിയാക്കിയിട്ട പോലീസ് പാറമേക്കാവ് വിഭാഗത്തിൽ നിന്ന് കടത്തിവിട്ടത് 200ഓളം പേരെ മാത്രം. തിരുവമ്പാടിയിൽ ആരെയും കടത്തിവിട്ടില്ല. പകൽപൂരത്തിന് എത്താത്ത എത്രയോ പേർ എത്തുന്നത് രാത്രിപൂരത്തിനാണ്. മഠത്തിൽ നിന്ന് പാറമേക്കാവിൽ നിന്നും തുടങ്ങുന്ന പഞ്ചവാദ്യത്തിന് അകമ്പടിയായി പോകുന്നതിനാണ് ഇത്. തീവട്ടിയുടെ വെളിച്ചത്തിൽ നടക്കുന്ന എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയും ആചാരവുമാണ്. ഭഗവതിമാരെ പൂരപ്പന്തലിൽ നിർത്തി ആസ്വാദകർ മടങ്ങും. ഈ എഴുന്നള്ളിപ്പുകൾ വാദ്യ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. കാരണം പഞ്ചവാദ്യത്തിൽ ഇതിലും വലിയ നിര എവിടെയും ഉണ്ടാകാറില്ല. കഴിഞ്ഞ ദിവസം പാറമേക്കാവിൽ നിന്ന് പുറപ്പെട്ട പഞ്ചവാദ്യത്തിനൊപ്പം ആസ്വാദകരെ ആദ്യമേ വഴിതിരിച്ചു വിട്ടു. ദേവസ്വംകാരെ മാത്രം കടത്തിവിട്ടു. ഒരാൾ പോലും ഇല്ലാത്ത സ്വരാജ് റൗണ്ടിലൂടെയാണ് ഭഗവതി എഴുന്നള്ളിയത്. തിരുവമ്പാടിയിലാകട്ടെ മഠത്തിലെ കലാശത്തിന് ശേഷം സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ ആസ്വാദകർ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ആസ്വാദകരില്ലാതെ ദേവസ്വംകാരെ മാത്രം എണ്ണി സ്വരാജ് റൗണ്ടിലേക്ക് വിടാമെന്ന വാശി അവസാനിച്ചത് പൂരം ബഹിഷ്കരണത്തിലാണ്. നാട്ടുകാരില്ലാതെ തങ്ങൾ പോകില്ലെന്ന് തിരുവമ്പാടി വിഭാഗം ഉറച്ചു നിന്നു. 2 ദേവസ്വങ്ങളെയും പോലീസ് ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നുമില്ല. മുൻപൊരു കാലത്തും ഇതുപോലെ എഴുന്നള്ളത്തിന് മുൻപ് ജനത്തെ നീക്കിയിട്ടില്ല. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും കൊട്ടിയടച്ച പോലീസ് ജനം അകത്തു കയറാതിരിക്കാനാണ് മുഴുവൻ സമയവും ശ്രമിച്ചത്. രാത്രി 10 മണിക്ക് സ്വരാജ് റൗണ്ട് കാലിയാക്കി. സാധാരണ പുലർച്ചെ 2 മണിയോടെയാണ് ജനത്തെ സ്വരാജ് റൗണ്ടിൽ നിന്ന് നീക്കുന്നത്. വെടിക്കെട്ടിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ കാലത്ത് പോലും പുറത്തെ ഫുട്പാത്തിൽ പലയിടത്തും ജനത്തെ കയറ്റിയിരുന്നു. ഒരു ഭാഗത്തെ വെടിക്കെട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് റൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കാനും അനുവാദം നൽകിയിരുന്നു. എന്നാൽ ഒരു തരത്തിലും വെടിക്കെട്ട് കാണാനാകാത്ത വിധമാണ് ഇത്തവണ ബാരിക്കേഡുകൾ ഒരുക്കിയത്. പതിവിന് വിപരീതമായി റൗണ്ടിന് കിലോമീറ്ററുകൾ അകലെ വാഹനങ്ങൾ തടഞ്ഞതോടെ ജനം നടന്നു വലഞ്ഞു. ആ വഴികളിലെ വാഹന പാർക്കിങ്ങിനുള്ള വഴിയുമടഞ്ഞു. ചെറിയ റോഡുകളിലെല്ലാം ബാരിക്കേഡ് വെച്ചതോടെ അവിടങ്ങളിൽ താമസിക്കുന്നവർക്കുണ്ടായ ദുരിതവും ചെറുതല്ല. എല്ലാ വലിയ ചെറിയ വഴികളും അടച്ചതോടെ ജനം പുറത്തായി. മിക്കവരും മനം മടുത്ത് മടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ വർഷം രാത്രി പൂരത്തിനിടെ പാറമേക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ചരിത്രത്തിലാദ്യമായി വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഭക്തർക്കും പൂരപ്രേമികൾക്കും നേരെ ലാത്തിചാർജ് നടത്തിയതും കഴിഞ്ഞ വർഷമാണ്. അന്ന് സുരക്ഷാ ചുമതല നിർവഹിച്ച കമ്മീഷണർക്ക് തന്നെയാണ് ഇത്തവണയും ചുമതല നൽകിയത്. കമ്മീഷണർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം ദേവസ്വങ്ങൾ സർക്കാർ തലത്തിൽ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പേരിനൊരു അന്വേഷണം പോലും ഉണ്ടായില്ല. VVIP സന്ദർശന സമയത്തെ സുരക്ഷാ വേലിക്കെട്ട് പൂരത്തിന് ഒരുക്കുന്നതിനെതിരെ കഴിഞ്ഞ വർഷവും കടുത്ത വിമർശനം ഉയർന്നിരുന്നു. തിരക്ക് നിയന്ത്രണം പൊളിഞ്ഞതോടെ ജനക്കൂട്ടത്തെ ക്ഷേത്രത്തിനുള്ളിൽ പോലീസ് തല്ലിയോടിച്ചു. രാത്രിപൂരത്തിന് സ്വരാജ് റൗണ്ടിലെത്തുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു എന്ന് മേളവിദഗ്ധൻ പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. വ്യക്തിപരമായി എന്നെ പോലീസ് തടയുകയോ മാറിപ്പോകാൻ പറയുകയോ ചെയ്തില്ല. പക്ഷേ സ്വരാജ് റൗണ്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതെ എങ്ങനെയാണ് പൂരം നടത്തുക എന്നും അദ്ദേഹം ചോദിച്ചു. പൂരം നടക്കുന്നത് സ്വരാജ് റൗണ്ടിലാണ്. പകൽച്ചൂടിൽ വരാൻ പറ്റാത്ത ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും രാത്രി ഇവിടെ വരുന്നത് പൂരം ആസ്വദിക്കാനാണ് എന്നും പെരുവനം പറയുന്നു. രാത്രി തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പഞ്ചവാദ്യം ആസ്വദിക്കാനായി മാത്രം വരുന്ന എത്രയോ പേരുണ്ട്. തീവട്ടിയുടെ വെളിച്ചത്തിൽ ഇത് ആസ്വദിക്കുക എന്നത് മനോഹരമായ അനുഭവമാണ്. പക്ഷേ ഇത്തവണ അതിന് അനുവാദമില്ലായിരുന്നു. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും രാത്രി പഞ്ചവാദ്യത്തിനൊപ്പം ആസ്വാദകർക്ക് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം. ഇതെന്ത് നിയമമാണ്? സ്വരാജ് റൗണ്ട് പൂർണ്ണമായി അടച്ചിട്ടിരുന്നു. മേളമായാലും പഞ്ചവാദ്യമായാലും അതിൻ്റെ തുടക്കം മാത്രം ജനം കണ്ടാൽ മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നും പെരുവനം പരാതിപ്പെട്ടു. ജനമില്ലാതെ പൂരം ചടങ്ങ് മാത്രമായി നടത്തുന്നത് പോലെയായി ഇത്. ദൂരദിക്കിൽ നിന്നും അന്യനാടുകളിൽ നിന്നും വന്ന എത്രയോ പേർ എവിടേക്കും പോകാനാകാതെ റോഡിൽ കാത്തു നിൽക്കേണ്ടി വന്നു. ഇതുപോലെ സ്വരാജ് റൗണ്ടും തേക്കിൻകാടും അടച്ചുപൂട്ടി പൂരം നടത്താനാകുമോ എന്നും പെരുവനം കുട്ടന്മാരാർ ചോദിച്ചു.